നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ തല ഫ്രൈ ആണ്. അപ്പോൾ ചെമ്മീൻ തല വൃത്തിയാക്കിയിട്ട് അത് ഫ്രൈ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതുപോലത്തെ കുറച്ച് വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ തല റിമൂവ് ചെയ്യണം. എന്നിട്ട് ഈ തല ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കത്രിക വെച്ചിട്ട് ഈ ഭാഗം, ഈ കണ്ണും ആ കൊമ്പ് പോലെ ഇരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ കാലുകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇനി കാലിരിക്കുന്ന ഭാഗം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കളയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. നമുക്ക് കത്രിക ഇല്ലാതെ കൈ കൊണ്ട് തന്നെ എളുപ്പത്തിൽ കിള്ളിയെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങനെ തന്നെ പോരും. അപ്പോൾ ഫ്ലഷ് മാത്രം നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. ആ തോല്, ആ കാലിരിക്കുന്ന പാട്ട് അങ്ങനെ തന്നെ നമുക്ക് കളയാൻ പറ്റും. ഇങ്ങനെ കൈ കൊണ്ട് തലഭാഗം ഇങ്ങനെ കിള്ളി എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അതും കളയാം. ഒരു ചെമ്മീൻ തലയും കൂടി ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ രൂപത്തിൽ തന്നെ ക്ലീൻ ചെയ്യണമെന്നില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ചിലവർ ഒട്ടും കളയാണ്ട് ആ തല അങ്ങനെ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ കണ്ണിരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി മൊത്തം എടുക്കാവുന്നതാണ്. കാലിൻ്റെ ആ പാർട്ടൊന്നും കളയണമെന്നില്ല കേട്ടോ. അങ്ങനെയും തൃപ്തിയില്ലാത്തവർക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് വേസ്റ്റായി തോന്നുന്ന ഭാഗങ്ങൾ മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി എങ്ങനെ എടുത്താലും കുറച്ച് ഭാഗം ഫ്ലഷ് ആയിട്ട് നമുക്ക് എന്തായാലും കിട്ടും. ഇതിപ്പോൾ 1 കിലോ ചെമ്മീനിൽ നിന്ന് കിട്ടിയ ചെമ്മീൻ തലയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 നുള്ളു മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു ഫ്രൈ പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി, കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് വെള്ളം പോലെയൊക്കെ വരും. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സംശയവും വേണ്ട. നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ് ഈ ചെമ്മീൻ തല ഫ്രൈക്ക്. ഇപ്പോൾ ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി അതൊന്ന് സോഫ്റ്റ് ആകാനുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സവാളയും ഒരുവിധം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചതച്ചെടുത്താണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ തല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.